മാറ്റിടേണം മാറിടേണം മാറിടട്ടെ ചിന്തകൾ ഈ ജാതി ചിന്തകൾ. ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്ര എന്ന ചാതുർവർണ്ണത്തിൽ തുടങ്ങിയ അടിമത്വം ബ്രിട്ടീഷുകാർ ഭരിച്ചപ്പോൾ അത് ജാതി അടിമത്വമായി മാറി. എല്ലാവരും മനസ്സിലാക്കണം, ബ്രിട്ടീഷുകാർ നമ്മുടെ നാട്ടിൽ വരുന്നതിന് മുമ്പ് ജാതിയോ ജാതി ചിന്തയോ നമ്മുടെ നാടായ ശ്രീ മഹാഭാരതത്തിൽ ഇല്ലായിരുന്നു. ഒരു പക്ഷെങ്കിൽ നാം എല്ലാം പഠിച്ചു വെച്ചിരിക്കുന്നത് ആയിരക്കണക്കിന് വർഷങ്ങളായി ഇവിടെ ജാതി വ്യവസ്ഥ നിലനിൽപ്പുണ്ടെന്നാണ്. തെറ്റാണത്. ഇവിടെ വർണ്ണ വ്യവസ്ഥ ഉണ്ടായിരുന്നു. മനുഷ്യന്റെ ശരീരത്തിന്റെ നിറത്തിൽ നിന്നുള്ള വ്യത്യാസം, വെളുത്തവൻ കറുത്തവൻ, ആ നിറത്തിൽ തുടങ്ങിയ വർണ്ണ വ്യവസ്ഥ ചാതുർവർണ്ണമായി. അത് പിന്നീട് ജോലിയുടെ അടിസ്ഥാനത്തിലുള്ള ചാതുർവർണ്ണമായി. ആദ്യകാലം മുതൽ വേദകാലം വരെ, സൃഷ്ടിയുടെ തുടക്കം മുതൽ വാമനാവതാരം വരെ നമ്മുടെ സംസ്കാരമായിരുന്നു സത്യം വിട, സത്യം മാത്രമേ പറയാവൂ. ധർമ്മം ചെറ, അവനവന്റെ ധർമ്മം അവനവന്റെ കർമ്മം ആചരിക്കുക. അതിഥി ദേവോഭവ, അതിഥിയായി വരുന്നവരെ ദേവനായി കണ്ട് എന്നെ പോലെ സമാരാധനായി ജീവിക്കുക. ഇതായിരുന്നു നമ്മുടെ ധർമ്മം. ഈ ധർമ്മത്തിൽ അധിഷ്ഠിതമായ ബ്രഹ്മജ്ഞാനേ ഇത് ബ്രാഹ്മണ എന്ന തത്വമായിരുന്നു, എന്ന സംസ്കാരമായിരുന്നു നമ്മുടെ സനാതന ധർമ്മം. സൃഷ്ടിയുടെ തുടക്കം മുതൽ വാമനാവതാരം വരെ എല്ലാവരും മനസ്സിലാക്കണം. വാമനാവതാരത്തോടു കൂടി നമ്മുടെ നാട്ടിൽ അടിമത്തം ഉടലെടുത്തു. അതിനു മുമ്പ് അടിമത്തമില്ലായിരുന്നു, ലോകത്തിലുമില്ലായിരുന്നു അടിമത്തം. മനസ്സിലാക്കണം, അടിമത്തം മാത്രമായി ലോകത്തിലുണ്ടായത്, ഭൂമിയിൽ ഉദയം കൊണ്ടത് നമ്മുടെ നാടായ ശ്രീ മഹാഭാരതത്തിലാണ്. ഇവിടെ നിന്നും പോയാലാണ് അടിമത്തം മറ്റു രാജ്യങ്ങളിലേക്ക്. മനസ്സിലാക്കണം, ഇതെല്ലാം ജാതിയോട് എന്താണെന്ന് മനസ്സിലാക്കണം. ജാതിയോ ജാതി ചിന്തയോ മനുഷ്യന്റെ ഇടയിൽ പാടുണ്ടോ? ജാതി പറയാവുന്നത് പൊളിച്ചട വൃക്ഷങ്ങളുടെയും ജന്തുപക്ഷി മൃഗാദികളുടെ ഇടയ്ക്ക് മാത്രമാണ്. കാരണം ഉദാഹരണത്തിന് മൃഗങ്ങളുടെ ഇടയിൽ ആന, കുതിര, കരടി, പശു, ഈ വർഗങ്ങളുണ്ട്, ഡിഫറൻസ് സ്പെസീസ് ഉണ്ട്. അവയെ തിരിച്ചറിയാൻ ജാതി പറയാം. മനുഷ്യന്റെ ഇടയിലോ മനുഷ്യരല്ലാതെ രണ്ടാമതൊരു വർഗം ഈ നിമിഷം വരെ ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? പിന്നെ എങ്ങനെ ജാതി, ജാതി ചിന്ത, ജാതി വ്യവസ്ഥ നമ്മുടെ നാട്ടിൽ ഉടലെടുക്കും, നിലനിൽക്കുന്നു? നമ്മുടെ ഭരണഘടനയിൽ കൂടിയുണ്ട് ജാതി വ്യവസ്ഥ. അടിമത്തമാണത്, മൃഗീയമാണത്. അടിമത്തമല്ല, ഞാൻ കടന്നു പറയുകയാണ്, മൃഗചിന്തയാണ്. തുച്ഛം ചില ആൾക്കാർക്ക് 85-90% വരുന്ന നമ്മുടെ സഹോദരി സഹോദരന്മാർ കുഞ്ഞുങ്ങളെ അടിമകളായി ജീവിപ്പിക്കാൻ കൊണ്ടുവന്ന തത്വമാണ് ജാതി വ്യവസ്ഥ. ലോകമെമ്പാടും അടിമത്തം അവസാനിച്ചുകൊണ്ടിരുന്നപ്പോൾ അടിമകളാക്കി ജീവിപ്പിച്ചിരുന്ന 5-10% ആൾക്കാർ അവർക്ക് മനസ്സിലായി, അവരിൽ ബോധം ഉദിച്ചു. ബോധോടെ അവരും മനുഷ്യരാണ്, മറ്റുള്ളവരും മനുഷ്യരാണെന്ന്. അങ്ങനെയാണ് അടിമത്തം ലോകത്ത് അവസാനിക്കുന്നത്. ലോകമെമ്പാടും അടിമത്തം അവസാനിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ നാടായ ഇന്ത്യയിൽ ശ്രീ മഹാഭാരതത്തിൽ എങ്ങനെ നമ്മുടെ ജനതയെ അടിമകളാക്കി തുറന്നു കൊണ്ടുപോകാം അത് കണ്ടുപിടിച്ച സിസ്റ്റമാണ് ജാതി വ്യവസ്ഥ. മനസ്സിലാക്കണം. ഇത് മാത്രമല്ല, ഞാൻ മാത്രം പറഞ്ഞാൽ ഒരു പക്ഷെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം ജാതി വിഷം കുടിച്ച് മത്തായിരിക്കുകയാണ് നമ്മൾ. ഞാൻ പറഞ്ഞു തരാൻ പോവുകയാണ്, കേട്ടോളുവിൻ നിങ്ങൾ. നമ്മുടെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയുടെ ചില വിധികൾ ഹിന്ദുദേശത്തിൽ ഉടലെടുത്ത ജാതി വ്യവസ്ഥ, മനുവിന്റെ പേരിൽ അടിച്ചേൽപ്പിച്ച ജാതി വ്യവസ്ഥ. മനു എന്ന് പറഞ്ഞാൽ ആരാണെന്നറിയാമോ? നമ്മുടെ എല്ലാ പിതാമഹൻ, മുത്തച്ഛൻ, ആദി പിതാവ്. ആ മനുവിന്റെ പേരിൽ അടിച്ചേൽപ്പിച്ച ജാതി വ്യവസ്ഥ ഇന്ത്യയുടെ പേരിലുള്ള ഏറ്റവും വലിയ ശാപമാണെന്നും അത് എത്രയും പെട്ടെന്ന് നിർമ്മാർജ്ജനം ചെയ്യുന്നുവോ അത്രയും നമുക്ക് നല്ലതാണെന്നും നമ്മുടെ പരമോന്നത നീതിപീഠത്തിന്റെ ഒരു വിധിയല്ല, പല വിധികൾ നടക്കുകയാണ്. ഇവിടെ കരുതുന്നതാണെങ്കിലും നിങ്ങൾ കേൾക്കുകയില്ല. 68 വർഷമായി അത് താഴോട്ട് വന്നിട്ടില്ല. ക്രൂരന്മാർ, രാക്ഷസന്മാർ എന്നെ തടഞ്ഞു നിർത്തിയിരിക്കുകയാണ്. കാരണം അത് താഴോട്ട് വന്നാൽ എല്ലാവരും മനുഷ്യരായി പോകും, മൃഗങ്ങൾ ഉണ്ടാവുകയില്ല മനുഷ്യന്റെ ഇടയിൽ. അതുകൊണ്ട് തന്നെയാണ് ജാതിയോ ജാതി ചിന്തയോ ജാതി വ്യവസ്ഥയോ ഇല്ല എങ്കിൽ ആർക്ക് പറയാൻ പറ്റും ക്ഷേത്രപ്രവേശനമില്ല എന്ന്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഈ ജാതി വ്യവസ്ഥ, ഈ നശിച്ച ഒരു സിസ്റ്റം കൊണ്ട് മാത്രമല്ലേ നമ്മുടെ സഹോദരങ്ങൾ തൊട്ടുകൂടാത്തവരാണെന്നും അശുദ്ധരാണെന്നും പറഞ്ഞു ക്ഷേത്രത്തിൽ പ്രവേശനമില്ല എന്ന് പറയുന്നത്? ചോദിച്ചുകൂടെ ആർക്കെങ്കിലും? മലമൂത്രത്തിൽ ചവിട്ടി നടക്കുന്ന നായ്ക്കും നരിക്കും അമ്പലത്തിൽ പ്രവേശിക്കാം, മനുഷ്യനെ പ്രവേശിക്കാൻ പാടില്ല. എന്താണിത്? ചോദിച്ചുകൂടെ ആർക്കെങ്കിലും? ഇത് മനുഷ്യത്വമാണോ? മനുഷ്യനെ മൃഗമായി കാണുന്ന ജാതി ചിന്ത അവസാനിപ്പിച്ചിരിക്കണം. നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് ചെയ്യുകയില്ല.
ഞാൻ അവർക്ക് 13 മാസത്തെ ശാസനാരൂപേണ നോട്ടീസ് കൊടുത്താൽ, ശാസന എന്ന് പറഞ്ഞാൽ എന്താണ് വരയിടക്കുകൾ? നമുക്ക് ഓരോ വ്യക്തികൾക്കുള്ള അവകാശമാണ് ശാസന എന്ന് പറയുന്നത്. അതായത് നമ്മുടെ വിശ്വാധികാരം, വിശ്വകർമ്മ, വിശ്വാവകാശം ഓരോ വ്യക്തികൾക്കുള്ളത്. ഞാൻ എടുത്തു കയ്യിൽ സമൂഹ നന്മയ്ക്ക് വേണ്ടി നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കണം. വിശ്വാധികാരം, വിശ്വാവകാശം, വിശ്വകർമ്മ നിങ്ങൾ കയ്യിലെടുത്താൽ നിങ്ങളെ തടയാൻ ഈ പ്രപഞ്ചത്തിലെ ശക്തി ഉണ്ടാവുകയില്ല. മനസ്സിലായിക്കൊള്ളൂ. അതാണ് വിശ്വാധികാരം, വിശ്വകർമ്മ എന്നൊക്കെ പറയുന്നത്. അത് ഞാൻ കയ്യിലെടുത്തിരിക്കുകയാണ്. ഇന്ത്യയിലുള്ള സർവ്വമാനവരെയും ബ്രാഹ്മണരായി ഡിക്ലെയർ ചെയ്യുന്ന കാരണം നമ്മുടെ ധർമ്മമായിരുന്നു, നമ്മുടെ സനാതന ധർമ്മമായിരുന്നു. അത് ഏതാനും ചില ആൾക്കാർ കയ്യിൽ വെച്ചുകൊണ്ട് താഴോട്ട് വിട്ടിട്ടില്ല. അതുകൊണ്ട് അറിയാൻ ഒരാൾ ചെന്നാൽ അയാളുടെ ചെവിയിൽ ഈയം ഉരുക്കുമായിരുന്നു. നമ്മുടെ നാട്ടിൽ കറുത്ത കളയുമായിരുന്നു, വിരൽ മുറുക്കുമായിരുന്നു. അങ്ങനെ തൊട്ടുകൂടാത്ത അധകൃത ശൂദ്രന്മാരാക്കി 85-90% നമ്മുടെ ആൾക്കാരെ ആയിരങ്ങൾ വർഷങ്ങളായി, 10,000 വർഷങ്ങളായി ജീവിപ്പിച്ചു കൊണ്ടുപോവുകയാണ്. ആ സിസ്റ്റം ഇന്നും നിലനിൽക്കുന്നു. ജാതി വ്യവസ്ഥയിൽ കൂടി സൃഷ്ടിക്കാധാരമായ കല്യാണം നടക്കുമ്പോൾ മനുഷ്യനെയാണോ ആവശ്യം, ജാതിയല്ലേ? മനുഷ്യക്കുട്ടി ആരെങ്കിലും ചോദിക്കുന്നുണ്ടോ? ഒരു മനുഷ്യ സ്ത്രീയോ മനുഷ്യ പുരുഷനോ ആണോ എന്ന് ചോദിക്കുന്നുണ്ടോ? ജാതി മനസ്സിലാക്കണം. ജാതി എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. ജാതി വിഷമാണ്, ജാതി ശാപമാണ്, ജാതി അടിമത്വമാണ്. മൃഗങ്ങൾക്ക് മാത്രം പറയാവുന്നതാണ് ജാതി. മനുഷ്യനെ ജാതി പറഞ്ഞ് തരംതിരിക്കരുത്. തരമില്ല, ഇവിടെ മനുഷ്യൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നിലനിൽക്കാൻ പാടില്ല, സമ്മതിക്കുകയുമില്ല. എല്ലാവരും സഹായിക്കണം നമ്മോട്. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ്. ഉച്ച നീചത്വമില്ലാതിരിക്കാനാണ്. നീചന്മാരായുമില്ല നമ്മുടെ നാട്ടിൽ, എല്ലാവരും ഉച്ചർ. അതുകൊണ്ട് തന്നെയാണ് പൂർവ്വ കല്യാണം നടത്തി സർവരെയും ബ്രാഹ്മണരായി ഡിക്ലെയർ ചെയ്യുന്നതാണ് നമ്മുടെ യാത്ര. ആർക്കും വരാം, ആരും തടയുകയില്ല നമ്മുടെ നാട്ടിൽ. ഇത് മനസ്സിലാക്കി നമുക്ക് മുമ്പോട്ട് പോകണം. ജാതിയോ ജാതി ചിന്തയോ ജാതി വ്യവസ്ഥയോ നമ്മുടെ നാട്ടിൽ നിലനിൽക്കാൻ പാടില്ല. നമ്മുടെ ഭരണഘടനയിലുള്ള ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബ് എന്താണെന്ന് കൂടി ഞാൻ പറഞ്ഞു തരാം. അതിനും നമ്മുടെ പരമോന്നത നീതിപീഠത്തിന്റെ വിധി കിടക്കുകയാണ്. നമ്മുടെ ഭരണഘടനയിലുള്ള ഇന്നത്തെ ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബ് എന്ന് പറയുന്നത് ഭരണഘടനയ്ക്ക് മുമ്പുള്ള, അതായത് നമുക്ക് സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള തൊട്ടുകൂടാത്ത അധകൃത ശൂദ്രന്മാരാണെന്നും നമ്മുടെ പരമോന്നത നീതിപീഠത്തിന്റെ വിധി കിടക്കുകയാണ്. ഇവിടെ കേട്ടിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും? ഓടുമല്ലോ കൂട്ടങ്ങളായിട്ട് ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബ് ഇതാ സംവരണമുണ്ട, അത് പിടിച്ചോ എന്നും പറഞ്ഞ് ഭരണകർത്താക്കൾ നടക്കുകയാണ്. മനസ്സിലാക്കണം, ഇത് മനുഷ്യൻ മനുഷ്യനാണ്, മനുഷ്യൻ മൃഗമല്ല. ഇതറിയിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈ ചിന്ത എല്ലാവരിൽ നിന്ന് മാറണം. നമ്മുടെ നാട്ടിൽ ജാതിയോ ജാതി ചിന്തയോ ജാതി വ്യവസ്ഥയോ നിലനിൽക്കാൻ പാടില്ല. ലോകത്തെങ്ങുമില്ലാത്ത അവസ്ഥയാണത്. അതുപോലെ തന്നെ എല്ലാവരും കണ്ടുകൊള്ളുവിൻ. നമ്മുടെ ഒരു ക്ഷേത്രത്തിലും, ഇന്ത്യയിലുള്ള ശ്രീ മഹാഭാരതത്തിലുള്ള ഒരൊറ്റ ക്ഷേത്രത്തിൽ ഇനി മേലാൽ ശൂദ്രത്വം കൽപ്പിച്ച് തൊട്ടുകൂടാ എന്ന് പറഞ്ഞു ഒരു മനുഷ്യനെ മാറ്റിയിറക്കാൻ പാടില്ല. ഇതാക്കിയാണ് നടത്തിയിരിക്കണം. ശ്രീ ബ്രഹ്മദേവനെ സാക്ഷി നിർത്തി, സൃഷ്ടികർത്താവിനെ സാക്ഷി നിർത്തി ഞാൻ പറയുകയാണ്. മനുഷ്യനെ മനുഷ്യനായി കാണണം, മനുഷ്യനെ മൃഗമായി കാണാൻ പാടില്ല. നന്ദി, നമസ്കാരം. ചിന്തകൾ മാറ്റിടേണം, മാറിടേണം, മാറിടട്ടെ ചിന്തകൾ, ഈ ജാതി ചിന്ത